ഓക്കെ, നമുക്ക് വൺ സ്ട്രോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഇൻഡെക്സും റൈറ്റ് തമ്പും റൈറ്റ് ഇൻഡെക്സും. ശരി, നമ്മളിപ്പോൾ വൺ സ്ട്രോഡിൽ 9 പിഞ്ച് ഇൻ ചെയ്തു, 9 പിഞ്ച് ഔട്ട് ചെയ്തു. ഈ പിഞ്ചിനും പിഞ്ച് ഔട്ടും ചെയ്തത് നമ്മൾ റൈറ്റ് ഹാൻഡിൽ റൈറ്റ് തമ്പും റൈറ്റ് ഇൻഡെക്സും യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് 10 ആഡ് ചെയ്യണം എന്ന് വെച്ചോളൂ. 10 ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ ബീറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ 10 എടുക്കും? നമ്മൾ വൺ സ്ട്രോഡാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വൺ സ്ട്രോഡിൽ നമുക്ക് 9 വരെ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ലെസ് ചെയ്യാനും പറ്റുള്ളൂ. 10 എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് ചേഞ്ച് ആവും. നമുക്ക് ഈ റോഡിൽ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ തൊട്ടടുത്തുള്ള റോഡ് എന്ന് പറയുമ്പോൾ 10th റോഡാണ്. 10th റോഡിൽ പോകുന്നതോടും നമ്മുടെ ഫിംഗേഴ്സിലും ചേഞ്ചസ് വരും. നമ്മൾ വൺ സ്ട്രോഡിൽ നമുക്ക് ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 10th റോഡ് മുതൽ ഇനി അങ്ങോട്ടുള്ള ഓരോ റോഡിലും യൂസ് ചെയ്യേണ്ട ഫിംഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഈ 2 ഫിംഗേഴ്സാണ്. ബാലൻസ് 3 ഫിംഗേഴ്സും കൊണ്ട് അബാക്കസ് ഹോൾഡ് ചെയ്യുന്നു. 2 ഫിംഗേഴ്സ് മാത്രം ഇവിടെ ഓപ്പൺ ആയി കിടക്കും. ഈ ഫിംഗേഴ്സിൻ്റെ പേരാണ് സിസർ ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ഫിംഗേഴ്സ് ഒക്കെയാണ്? ലെഫ്റ്റിലുള്ള ലെഫ്റ്റ് ഇൻഡെക്സും ലെഫ്റ്റ് മിഡിലുമാണ് ഇവിടെ ഓപ്പൺ ആയി നിൽക്കുന്നത്. ഈ 2 ഫിംഗേഴ്സിൻ്റെ പേര് നമ്മൾ അബാക്കസിൽ പറയുന്നത് സിസർ ഫിംഗേഴ്സ് എന്നാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് 10 ആഡ് ചെയ്യുക? യൂസിങ് നമ്മുടെ ഇവിടുത്തെ സിസർ ഫിംഗേഴ്സിൽ ഇവിടെ നമ്മൾ നോക്കി നോക്കൂ, ചെറിയ വിരൽ കണ്ടോ, അതായത് ലെഫ്റ്റ് ഇൻഡെക്സ് കണ്ടോ. ഈ ലെഫ്റ്റ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് വേണം ഇവിടെയുള്ള 10th റോഡിലും 100sലും എല്ലാത്തിലുമുള്ള ലോവർ ബീഡിനെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻഡെക്സ് ആണ്. അതുപോലെ അപ്പർ ബീഡിനെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും യൂസ് ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് മിഡിലാണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് നോക്കി നോക്കിയപ്പോൾ ഇവിടെ ആഡ് 10 ചെയ്യണം. 10 എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് റോഡിൽ, അതായത് 10th റോഡിൽ ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ 1 ആണെന്ന് നിങ്ങൾ വിചാരിക്കാം, പക്ഷേ ഇത് റോഡ് മാറിയില്ലേ? ഇവിടെ 10th റോഡിൽ 1 എടുക്കുമ്പോൾ 1സിൽ വല്ല വാല്യൂ ഉണ്ടോ? ഇല്ല. 1സിൽ ഇപ്പോൾ ഒരു വാല്യൂ ഇല്ല, ഇവിടെ 0 ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ 1, ദെൻ ഇവിടെ 0. 1ൻ്റെ അടുത്ത് 0 എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുക? 10. ഇതാണ് 10. ഇനി എനിക്ക് 10 സബ്ട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ ലെസ് ചെയ്യണം. എങ്ങനെയാണ്? യൂസിങ് യുവർ ലെഫ്റ്റ് ഇൻഡെക്സ് ദെൻ 1 ബീറ്റ് ഡൗൺ. ഈ ഫിംഗർ യൂസ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? 10 സബ്ട്രാക്ട് ആയി. ഇനി നമുക്കിവിടെ 20 ആഡ് ചെയ്യണം. 20 എന്ന് പറയുമ്പോൾ 2 ബീഡ് യൂസിങ് യുവർ ലെഫ്റ്റ് ഇൻഡെക്സ് ടേക്കിംഗ് 2 beats ടുഗെദർ. ഇവിടെ 20 ആയി, കാരണം ഇവിടെ 2 ഉണ്ട്, 1സിൽ ഒന്നുമില്ല, 0 ആണ്. 2 0 20. ഇനി നമ്മളതുപോലെ ലെസ് ചെയ്യുന്നു. 30 ആഡ് ചെയ്യുന്നു, 30 സബ്ട്രാക്ട് ചെയ്യുന്നു. 40 ആഡ് ചെയ്യുന്നു, 40 ലെസ് ചെയ്യുന്നു. 50 എങ്ങനെ എടുക്കും? 50 എടുക്കുമ്പോൾ മുകളിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ മുകളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ ചേഞ്ച് ആവും. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് മിഡിൽ. സോ ആഡ് 50 ലെസ് 50. ഓക്കെ, ഇനി നമ്മൾ 60 എടുക്കണം. 60 എടുക്കണമെങ്കിൽ എങ്ങനെയാണ് 60 എടുക്കുക? 60 എന്ന് പറയുമ്പോൾ നമ്മൾ 6 എടുക്കുന്നത് എങ്ങനെയാണ്? പിഞ്ച് ഇൻ 6 അല്ലേ? റൈറ്റ് ഹാൻഡിൽ 2 ഫിംഗേഴ്സ് ഒരുമിച്ച് എടുത്തു, അതുപോലെ പിഞ്ച് ഔട്ട് മൈനസ് ലെസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിവിടെ 60 എടുക്കുന്നത് അതുപോലെയാണ്, പക്ഷെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഈ സിസർ ഫിംഗേഴ്സ് ഒരുമിച്ച് എടുക്കണം. എങ്ങനെ ഒരുമിച്ച് എടുക്കുക? ടേക്കിംഗ് 60 എന്ന് പറയുമ്പോൾ 1 അപ്പർ ബീറ്റ് ആൻഡ് 1 ലോവർ ബീറ്റ് ടുഗെദർ ഓൺ ദ 10th റോഡ്. അപ്പോൾ നമ്മൾ എന്തിനും സിസറിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 2 ഫിംഗേഴ്സും ലെഫ്റ്റ് മിഡിലും ലെഫ്റ്റ് ഇൻഡെക്സും ഒരുമിച്ച് എടുക്കുന്നു. സിസറിൻ 60. ഇനി ലെസ് 60 ആണെങ്കിൽ സിസർ ഔട്ട് 60. ഓക്കെ, സിസറിൻ 60, സിസർ ഔട്ട് 60. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി 70 എടുക്കുകയാണെന്നുണ്ടെങ്കിലോ? 70 എടുക്കുമ്പോൾ 7 എങ്ങനെയാണോ നമ്മൾ വൺ സ്ട്രോഡിൽ എടുക്കുന്നത് അതേപോലെ 70 ഫിംഗേഴ്സിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ടേക്കിംഗ് സിസറിൻ 70, സിസർ ഔട്ട് 70. ഓക്കെ, ഇനി 80 എടുക്കണം. സിസറിൻ 80, സിസർ ഔട്ട് 80. ഇനി 90 എടുക്കണം. സിസറിൻ 90, സിസർ ഔട്ട് 90. ഇതുപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വാല്യൂസ് 10th റോഡിൽ എടുക്കാൻ. കുറച്ചിങ്ങോട്ട്